ബാംഗ്ലൂർ. എല്ലാവരുടെയും പോലെ എനിക്കത് ഡ്രീം സിറ്റി അല്ലായിരുന്നു. മടിവാലയിലെ സിറ്റി കോളേജിലായിരുന്നു ഞാൻ. ഇടയ്ക്കിടെ നാട്ടിലോട്ട് പോവൽ ഒരു രസമായിരുന്നു. നല്ല ഫുഡ് കഴിക്കൽ, അതാണ് മെയിൻ. തുടർച്ചയായുള്ള ഈ ട്രെയിൻ യാത്രയിലാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. ഒരേ വൈബ് എന്ന് തോന്നിപ്പോയ ഞങ്ങൾ കൂട്ടാവാനും അത് പിന്നെ ലവിൽ കലാശിക്കാനും അധിക സമയം വേണ്ടി വന്നില്ല. ഒരുപാട് വിശ്വസിച്ചു ഞാൻ അവനെ. എന്നേക്കാൾ കൂടുതൽ വിശ്വാസം കൂടി പോയത് കൊണ്ടാവാം എന്നെപ്പോലെ 3-4 പേരുള്ള അവന്റെ ലിസ്റ്റിൽ വെറും ഒരു നേരം പോക്കിനുള്ള ആളാണെന്ന് അറിഞ്ഞതു മുതൽ എല്ലാത്തിനോടും ഒരു തരം വെറുപ്പായിരുന്നു. അത് മനസ്സിനെ വളരെ അഗാധമായി ബാധിച്ചു. അവനായിരുന്നു ലോകം എന്നതുകൊണ്ടാവാം അവൻ എന്നെ ഈ ചതിച്ച ഈ ലോകം എനിക്ക് വേണ്ട എന്ന് തോന്നിപ്പോയത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ പോയത് റെയിൽവേ സ്റ്റേഷനിലോട്ടല്ലായിരുന്നു, ആരുമില്ലാത്ത വിജനമായ റെയിൽവേ ട്രാക്കിലോട്ടായിരുന്നു. മനസ്സെല്ലാം മരവിച്ചത് കൊണ്ടാവണം ചുറ്റുമുള്ളതൊന്നും ഞാൻ അറിയാത്തത്. ട്രെയിൻ വരുന്നതും നോക്കി നിൽക്കുന്ന എന്റെ പുറകെ ഒരു തട്ടൽ അറിഞ്ഞാണ് പെട്ടെന്നൊരു ബോധം വന്നത്. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഈ ടൈം ഒരു ട്രെയിൻ ഇല്ല, നിനക്ക് എങ്ങോട്ടേക്കാ പോണ്ടേ എന്ന് ചോദിച്ച ഒരു മനുഷ്യൻ. താൻ എന്റെ കാര്യം നോക്കണ്ട എന്ന കർശന മറുപടിയായിരുന്നു എനിക്ക് നൽകാൻ കഴിഞ്ഞത്. തിരിച്ചു നടക്കാൻ തുടങ്ങിയ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കിൽ നിന്ന് കുറച്ചു മാറിയപ്പോഴാണ് ട്രെയിനിന്റെ കൂക്കുവിളി കേട്ടത്. തിരക്കി ഓടാൻ നിൽക്കുന്ന എന്നെ ബലമായി പിടിച്ചൊതുക്കി. ചാടണം എന്ന മനസ്സിന്റെ മന്ത്രിക്കലാവണം സർവ്വശക്തിയും എടുത്ത് ട്രാക്കിലോട്ട് അടുപ്പിച്ചു. നല്ലൊരു അടി കവിളത്ത് കിട്ടിയതേ ഓർമ്മയുള്ളൂ. ഞാനിതാ നിലത്ത്. സ്പീഡിൽ പായുന്ന ട്രെയിൻ അത്രമാത്രം മതിയായിരുന്നു എന്നെ പാസ് ചെയ്യാൻ. കുറെ കരഞ്ഞു, പൊട്ടി കരഞ്ഞു. സമാധാനത്തിന്റെ ആ കരങ്ങളും കൂട്ടിപ്പിടിച്ചുള്ള ആ കെട്ടുപിടുത്തവുമായിരുന്നു പുതിയൊരു ജീവിതത്തിന്റെ വഴി തുടക്കം. എന്റെ വീട്ടിലോട്ടോ ഹോസ്റ്റലിലോട്ടോ പറഞ്ഞയക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. കൂടെ അവന്റെ വീട്ടിലോട്ടായിരുന്നു കൊണ്ടുപോയേ. അവന്റെ അമ്മയും പെങ്ങളും അവനും മാത്രമായുള്ള വീട്. അമ്മ ഒരു സൈക്കോളജി കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ഒരു പുതിയ ജീവിത മാറ്റം കുറിക്കാൻ അവർക്ക് സാധിച്ചു. ഞാൻ ഓക്കെ ആയി എന്ന തോന്നലിലാണ് 2 ദിവസം കഴിഞ്ഞ് എന്നെ പറഞ്ഞയച്ചത്. വീട്ടിൽ വിളിക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കും പേടിയില്ലായിരുന്നു. ഇടയ്ക്കിടെ ഉള്ള അവന്റെ നീ ഓക്കെ അല്ലേ എന്ന കരുതലായിരുന്നു എന്നെയും ഓക്കെ ആക്കിയത്. ആദ്യമെല്ലാം അടുക്കാൻ എനിക്കും ഭയമായിരുന്നു. മെല്ലെ മെല്ലെ എനിക്കൊരു പുതിയ ജീവിതം തഴുകിയ നാളുകൾ. പതിയെ ഞങ്ങൾ കൂട്ടായി. ഉള്ളിലെ ഭയം വിട്ടു മാറാത്തത് കൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഞാൻ എല്ലാവരോടും കീപ്പ് ചെയ്തിരുന്നു. ഈ ലോകത്തിലെ എല്ലാവരും ഒരുപോലെയല്ല. നന്മയുള്ള മനസ്സുള്ള മനുഷ്യരുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അവനിലൂടെയാണ്. ഒരിക്കൽ ഞാൻ നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ അവൻ എന്റെ വീട്ടിൽ പോയി സർപ്രൈസ് ആയി പെണ്ണ് ചോദിച്ചു. സർപ്രൈസ് ആണെങ്കിലും മനസ്സിന് ആദ്യം ഭയം തന്നെയായിരുന്നു. അവനെ മറികടന്ന് ഒരാൾക്കും എന്റെ ജീവിതത്തിലോട്ട് വരാൻ കഴിയില്ല എന്ന തിരിച്ചറിയലിൽ ഞാൻ സമ്മതം മൂളി. ഇപ്പോൾ ഞാൻ ആ പഴയ ആളല്ല. പുതിയ ജീവിതത്തെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന സ്നേഹയാണ്. കൂട്ടിന് തോളോട് തോൾ നിൽക്കുമെന്ന ഉറപ്പുള്ള ഒരു ലൈഫ് പാർട്ണറും അമൽ. അതെ, ഞങ്ങൾ ഒന്നിക്കുകയാണ്. ഈ ലോകം നമുക്കുള്ളതാണ്. മറ്റാർക്കും വേണ്ടി വിട്ടെറിഞ്ഞു പോകാനുള്ളതല്ല നമ്മൾ എന്ന തിരിച്ചറിവിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക്.